ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനുള്ള ഡ്രസ്സൊക്കെ തയ്യാറായി കഴിഞ്ഞ് മോണയുടെ ഡ്രസ്സാണ് നമ്മൾ തയ്യാറാക്കിയത്. സ്കർട്ടും ഉടുപ്പും തിയാറയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. റെഡ് കളറിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. പിന്നെ ലേസ് വർക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മോണയുടെ ഉടുപ്പും ചെറിയൊരു ഷോളാണ് ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്തതാണ്. പിന്നെ നമ്മൾ സ്കർട്ടായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മൾ സോഫ സെറ്റിയുടെ കവറാണ്. അത് നമ്മൾ ലേസ് വർക്കൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ നമ്മൾ പഴയ ഷാൾ ഉപയോഗിച്ച് ചെയ്തതാണ്. ഈ ടിയറ പഴയ ഫ്ലവറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്താണ്. ഉടുപ്പിൽ നമ്മൾ ഇതേപോലത്തെ കുത്തൊക്കെ വരുന്ന ഒരു ലേസ് വർക്കും ഫാബ്രിക് പെയിൻറ്റൊക്കെ ഉപയോഗിച്ച് കളർ തേക്കുന്നതാണ്. പിന്നെ ഒരു അടിയിലായിട്ട് ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ മോണയുടെ ഡ്രസ്സ് ഇവിടെ റെഡിയായി കേട്ടോ ഗൈസ്. സോഫ സെറ്റിയുടെ കവറാണ്. അതിൻ്റെ അകത്ത് യെല്ലോ കളർ ഫാബ്രിക് പെയിൻറ്റൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും നമ്മുടെ മോണയുടെ ഡ്രസ്സ് ഇവിടെ സെറ്റായി. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മോണയുടെ മാലയാണ് കേട്ടോ. ആ സിനിമ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ മാലയാണ്. നമ്മൾ ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത് ചരടും പിന്നെ കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ചാണ്. ആ ലോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കയ്യിലിടുന്ന ഒരു ബാഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് മോണയുടെ കയ്യിലുള്ള ആ പങ്കായാണ്. പപ്പ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. തടിയിലുണ്ടാക്കിയതാണ്. വുഡൻ സ്ട്രക്ചറിൽ നമ്മൾ ഇങ്ങനെ നല്ലൊരു പങ്കായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.